പുത്തൻപള്ളി സെന്റ് ജോർജ് ഇടവകയിലെ മതബോധന വാർഷിക റിപ്പോർട്ട്. വർഷങ്ങളുടെ ചരിത്രമുള്ള പുത്തൻപള്ളി സെന്റ് ജോർജ് ഇടവക പാരമ്പര്യത്തിലും പൈതൃകത്തിലും തൻ്റെ ഇളം തലമുറയ്ക്ക് നൽകുന്ന മഹത്തായ സേവനമാണ് വിശ്വാസ പരിശീലനം. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ പോലെ വളരുവാൻ വരും തലമുറകൾക്ക് മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകുന്ന
ഇടവകയുടെ പ്രധാന പ്രവർത്തന മേഖലയാണ് മതബോധനം. അർപ്പണ മനസ്സുള്ള അധ്യാപകരെ കൊണ്ടും ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെ കൊണ്ടും ഇടവക സമൂഹത്തിൻ്റെ കലവറയില്ലാത്ത സഹകരണം കൊണ്ടും വളരെ ശോഭനമായി മുന്നോട്ടു പോകുന്ന രംഗമാണ് വിശ്വാസ പരിശീലനം. അതിരൂപതാ തലത്തിലും ഫൊറോന തലത്തിലും പ്രവർത്തന മികവിൻ്റെ പേരിൽ പലവട്ടം അവാർഡുകൾ കരസ്ഥമാക്കിയ ഇടവകയാണ് നമ്മുടേത്. ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഹൃദയത്തിൻ്റെ ഉയർച്ചയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ വളരാം എന്ന ആപ്തവാക്യവുമായി 2024-25 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. മെയ് 30 പ്രാർത്ഥനാ ദിനത്തോടെയാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ആരംഭിച്ചത്. വൈകിട്ട് 6:30 അധ്യാപകർക്കായി റവറൻഡ് ഫാദർ ജെറി ഞാളിയത്ത് ക്ലാസ് നയിക്കുകയുണ്ടായി. തുടർന്ന് സിസ്റ്റർ റിൻസി നയിച്ച ആരാധനയിൽ എല്ലാവരും പങ്കുകൊണ്ടു. ഓരോ ആഴ്ചയിലും ദിവ്യബലിക്ക് ഓരോ ക്ലാസ്സുകാർ നേതൃത്വം നൽകുന്നു. വായന, കാഴ്ച സമർപ്പണം, അസംബ്ലി എന്നിവ ആ ക്ലാസ്സുകാർ നിർവഹിക്കുന്നു. ദിവ്യബലിയിൽ കുട്ടികളുടെ സജീവ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്തുന്നതിനായി ദിവ്യബലിക്ക് മുൻപായി ബഹുമാനപ്പെട്ട ബ്രദർ അബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അസംബ്ലി ഗാനം, പ്രാർത്ഥന, വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, സഭാവാർത്തകൾ എന്നിവയും കുട്ടികൾ നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും നേതൃത്വത്തിൽ എല്ലാ മാസവും സ്റ്റാഫ് മീറ്റിംഗ് കൂടി വിശ്വാസ പരിശീലനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നു. 2024-25 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ജൂൺ 2 ബഹുമാനപ്പെട്ട വികാരി ഫാദർ അലക്സ് കാട്ടേഴത്ത് പതാക ഉയർത്തി ആരംഭം കുറിച്ചു. തുടർന്നുള്ള ബൈബിൾ പ്രതിഷ്ഠയിൽ എല്ലാവരും പങ്കുകൊണ്ടു. നവാഗതരായി 23 കുട്ടികളുണ്ടായിരുന്നു. കാറ്റഗിസം സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾക്ക് അന്നേ ദിനം സമ്മാനം നൽകി ആദരിച്ചു. ജൂൺ 1 എല്ലാ അധ്യാപകരും പള്ളിയിൽ എത്തിച്ചേർന്ന് പ്രവേശനോത്സവത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി. ജൂൺ 9 വിശുദ്ധ അന്തോണീസിൻ്റെ നാമധാരിയായ ബഹുമാനപ്പെട്ട സഹവികാരി എബിൻ എടശ്ശേരിക്ക് തിരുനാൾ മംഗളങ്ങൾ നേർന്നു. എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകം, ഉപപാഠപുസ്തകം എന്നിവയും ടീച്ചേഴ്സിന് അധ്യാപക സഹായിയും വിതരണം ചെയ്തു. വചനദീപത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വിശ്വാസ പരിശീലന ഡയറി കുട്ടികൾക്ക് ലഭ്യമാക്കി. നമ്മുടെ മുൻ വികാരിയായിരുന്ന ഫാദർ തോമസ് പാറേക്കാട്ടിലിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുകയും റീത്ത് വെക്കുകയും ചെയ്തു. സെൻറ് തോമസ് ഡേയോടനുബന്ധിച്ച് നടത്തിയ സ്കിറ്റ് പ്രോഗ്രാം വിശുദ്ധനെക്കുറിച്ച് കുട്ടികൾക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാൻ അവസരമൊരുക്കി. തുടർന്ന് ബ്രദർ അബിൻ നടത്തിയ ക്യൂസ് മത്സരത്തിൽ കുട്ടികളും മതാധ്യാപകരും പങ്കെടുത്തു. കാറ്റഗിസം ടീച്ചേഴ്സ് 1ഉം 2ഉം സ്ഥാനവും 3ആം സ്ഥാനം ജോവാൻ ഷോബിയും കരസ്ഥമാക്കി. വരാപ്പുഴ പള്ളിയിൽ വെച്ച് നടത്തിയ എലൈവ് പ്രോഗ്രാമിൽ +2 കുട്ടികളും കരിമാലൂരിലെ എൻലൈറ്റ് പ്രോഗ്രാമിൽ 8ആം ക്ലാസ്സിലെ 52 കുട്ടികളും പങ്കെടുത്തു. മാതാപിതാക്കൾക്ക് വേണ്ടി ഫാദർ അഗസ്റ്റിൻ കല്ലേലി നടത്തിയ ക്ലാസ്സിൽ 500 പേരോളം പങ്കെടുത്തു. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് വ്യക്തമാക്കുകയായിരുന്നു അച്ഛൻ്റെ ക്ലാസ്സിലൂടെ. വിയാനി ഡേയോടനുബന്ധിച്ച് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് വികാരി അച്ഛനും കൊച്ചച്ഛനും ആശംസകൾ നേർന്നു. കുമ്പസാരക്കൂട്ടിലെ കൊത്തുപണിക്കാരൻ എന്ന സ്കിറ്റിലൂടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം കുട്ടികൾ അവതരിപ്പിച്ചു. അതിരൂപതാ തലത്തിൽ നടത്തിയ ലോഗോസ് പരീക്ഷയിൽ 4ആം ക്ലാസ് മുതൽ 12ആം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്തു. ഈ വർഷത്തെ ലോഗോസ് പരീക്ഷയിൽ അധ്യാപകരായ സീന ഗോൾഡിൻ, സിസ്റ്റർ ആഞ്ചല എന്നിവർ ഉന്നത വിജയം കരസ്ഥമാക്കി. നമ്മുടെ 4 അധ്യാപകർ ബേസിക് അവയർനെസ് കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി. ഫൊറോന പ്രൊമോട്ടേഴ്സ് കാറ്റഗിസം യൂണിറ്റ് സന്ദർശിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം തയ്യാറാക്കുകയും ടീച്ചേഴ്സും കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്താനായി നവംബർ 3 കാറ്റഗിസം 1ആം സെമസ്റ്റർ പരീക്ഷ നടത്തി. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും നേതൃത്വത്തിൽ മതാധ്യാപക ദിനം സമുചിതമായി കൊണ്ടാടി. പ്രാർത്ഥനകളും ആശംസകളും സമ്മാനങ്ങളും നൽകി
ആ ദിനത്തെ അവിസ്മരണീയമാക്കി. വികാരി അച്ഛനും കൊച്ചച്ഛനും നൽകിയ പരിശീലനത്തിലൂടെ 16 കുട്ടികൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് അൾത്താര സംഘത്തിൽ പ്രവേശിച്ചത് സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു. കുട്ടികൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കാൻ കിട്ടിയ പുണ്യദിനമായിരുന്നു നവംബർ 24. ക്രിസ്തുരാജന്റെ തിരുനാളിനോടനുബന്ധിച്ച് ക്രിസ്തീയ മുദ്രാവാക്യങ്ങളും ജയവിളികളും ക്രിസ്തുവിനെ പരസ്യമായി പ്രഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മാറി. റാലിയും പ്ലക്കാർഡ് മത്സരവും ക്രിസ്തുവിൻ്റെ വേഷമണിഞ്ഞുള്ള കുട്ടികളുടെ സാന്നിധ്യവും ഹൃദ്യമായിരുന്നു. പഠനരംഗം സജീവമാക്കുവാൻ ഓരോ ക്ലാസ്സിലും പ്രൊഫിഷ്യൻസി പ്രൈസ്, ഫുൾ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കും ലോഗോസ് പരീക്ഷയിൽ ഉന്നതം വിജയം നേടുന്ന അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി വരുന്നു. വിശ്വാസ പരിശീലന ക്ലാസുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളാട്ടുകുടി കൊച്ചുത്രേസ്യ ആൻഡ് പാപ്പച്ചൻ മെമ്മോറിയൽ അവാർഡ്, വടക്കുംചേരി ബേബി മെമ്മോറിയൽ അവാർഡ്, വിധേയത്തിൽ വർക്കീസ് സർ മെമ്മോറിയൽ അവാർഡ് എന്നിവ കുട്ടികൾക്ക് നൽകുന്നു. തൻ്റെ കഴിവും സമയവും വിശ്വാസ പരിശീലനത്തിനായി വിനിയോഗിച്ച് ദീർഘവീക്ഷണത്തോടും ചുറുചുറുക്കോടും കൂടെ ഇടവകയെ നയിക്കുന്ന വികാരി റവറൻഡ് ഫാദർ അലക്സ് കാട്ടേഴത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടുകൂടി മതബോധന യൂണിറ്റ് പുത്തൻ ഉണർവോടെ മുന്നോട്ട് നീങ്ങുന്നു. സഹവികാരി ഫാദർ എബിൻ എടശ്ശേരി വിശ്വാസ പരിശീലന രംഗം കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങൾക്കൊപ്പമുണ്ട്. ഹെഡ് മിസ്ട്രസ് ശ്രീമതി മേരി മാത്യു പുതുശ്ശേരി തികഞ്ഞ ആത്മാർത്ഥതയോടെ മതബോധന രംഗത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഏറ്റുപറയുന്നു. കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കപ്യാർ, മാതാപിതാക്കൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ വിശ്വാസ പരിശീലന കൂട്ടായ്മ കൂടുതൽ കരുത്തുറ്റതായി. PCC പ്രസിഡന്റ് തോമസ് വിധേയത്തിൽ, മെമ്പേഴ്സ് ജാസ്മിൻ അനൂപ്, ഷൈനി ഐസക്, സോണി ശങ്കുരിക്കൽ, ലിസി സണ്ണി എന്നിവരുടെ വിലയേറിയ സാന്നിധ്യവും സേവനവും എടുത്തു പറയേണ്ടതാണ്. 610 കുട്ടികളുള്ള കാറ്റഗിസം യൂണിറ്റിൽ 5 സിസ്റ്റേഴ്സും 1 ബ്രദറും ഉൾപ്പെടെ 33 അധ്യാപകർ, 6 PCC അംഗങ്ങൾ എന്നിവരും ചേർന്ന് തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ ലീഡേഴ്സായി ഏബൽ ബിജു, സിയോണ സിജു എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 1 വർഷക്കാലം മതബോധന രംഗത്തെ സജീവമായി നയിച്ച സഹവികാരി ഫാദർ അമൽ ഓടനാട്, ബ്രദർ സോളമൻ, സെക്രട്ടറി സിസ്റ്റർ ലിസ്ബത്ത് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പുതിയ സഹവികാരിയായി ചാർജെടുത്ത ഫാദർ എബിൻ എടശ്ശേരിക്കും അധ്യാപകരായി കടന്നുവന്ന ബ്രദർ അബിൻ, സീന ഗോൾഡിൻ, ടീന റിബിൻ, ആനി അഗസ്റ്റിൻ എന്നിവർക്കും സെക്രട്ടറി സിസ്റ്റർ ആൻസിലിനും വിശ്വാസ പരിശീലന രംഗം സ്വാഗതമേകി. നമ്മുടെ വിശ്വാസ പരിശീലന രംഗം സജീവവും അർത്ഥപൂർണവുമായി നിലനിർത്തുവാൻ സഹകരിച്ച മാതാപിതാക്കൾ, ഇടവകയിലെ സംഘടനകൾ നിങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ആത്മാർത്ഥമായി നന്ദി അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സാദരം സമർപ്പിക്കുന്നു.
എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി അൾത്താരയിൽ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ കൈകളിൽ നാവിലിന്നിതാ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി അൾത്താരയിൽ എന്താണ് ഒരു സന്തോഷമില്ലാത്ത? പൊന്നച്ച ആകെ മൊത്തം സീനാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എല്ലായിടത്തും പോയി IELTS OET എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പച്ചക്ക് പോയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ അതേ അവസ്ഥ. പ്രാർത്ഥിച്ചിട്ടൊന്നും പുള്ളി കേൾക്കാറില്ല. എടാ ക്രിസ്റ്റി, എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ പ്രാർത്ഥനയും റേഡിയോയും? എടാ ഈ റേഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കണം. അത് അതിൻ്റെ കറക്റ്റ് സ്റ്റേഷൻ കിട്ടുന്നത് വരെ ട്യൂൺ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയും. ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ട്യൂണിങ് അല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം, അതൊരു ട്യൂൺ ചെയ്യലാണ്. വെച്ചാൽ തമ്പുരാൻ പറയണ കേൾക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് വരിക്കണമല്ലേ? അതെ. ഗോഡ് ഈസ് എ ഫ്രീക്വൻസി, സ്റ്റേ ട്യൂൺഡ്. ഇന്ന് പിള്ളേരുടെ ആനുവൽ ഡേ ആണ്. മ്യൂസിക് പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഫ്രഷായിട്ട് വരാം. ധളം കുത്തക്കു റദ്ദ തങ്കിടത്തേക്ക് തരികിടത്തേക്ക് ജും തക്ക ജും ജും ത തക്കിട്ട ത ജും കിടത്തേക്ക് ജും തണം തരും തക്കിട്ട തങ്കിടത്തേക്ക് തരികിടത്തേക്ക് തരിത്ത ധണത്ത ഋണത്ത ദിനിത്ത ജും തനം തരും തക്കതിം തക്കിടത്തേക്ക് തങ്കിടത്തേക്ക് തരികിടത്തേക്ക് തരികിടത്തേക്ക് ജും ധിം ദത്ത ജും നം ദക്ക തകിട ജും ത ദിം തും നം തദ തങ്കിടത്തേക്ക് തരികിടത്തേക്ക് തരിത്ത ധണത്ത തരികിടത്തേക്ക് ധണത്ത ഋണത്ത ദിം തരിത്ത ധണത്ത തടിത്ത ധണത്ത ധന തദ തങ്കിടത്തേക്ക് തരികിടത്തേക്ക് തദിം തരികിടത്തേക്ക് തദിം തരികിടത്തേക്ക് തദിം തരികിടത്തേക്ക് തദിം തരികിടത്തേക്ക് ജും തരികിടത്തേക്ക് തങ്കിടത്തേക്ക് തരികിടത്തേക്ക് തിങ്കിടത്തേക്ക് തരികിടത്തേക്ക് തൊങ്കിടത്തേക്ക് തരികിടത്തേക്ക് തദിത്ത ധണത്ത തരികിടത്തേക്ക് ധണത്ത ഋണത്ത ദിം തരിത്ത ധണത്ത തടിത്ത ധണത്ത ധന തദ തങ്കിടത്തേക്ക് തരികിടത്തേക്ക്
നോബട്ടമ്മേ ഇവിടെ ഉണ്ടാവോ? ഇംഗ്ലീഷ് ഞാൻ പഠിച്ചാ? ആ ക്രിസ്പിൻ സിസ്റ്ററെ, ഈ ചെടികളൊക്കെ വളരെ മോശമായിട്ടിരിക്കുകയാണ്. ഈയിടെയായിട്ട് നമ്മൾ വളമൊന്നും ചെയ്യുന്നില്ല. എന്തിനും വളമൊക്കെ ചെയ്യണം. സിസ്റ്ററെ, നോബട്ടമ്മേനൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ തോമാച്ച, അതേ കൊണ്ടുവരുന്നുണ്ടല്ലോ നോബട്ടമ്മയെ. അമ്മേ, നാളെ മുതൽ ഞങ്ങൾക്ക് പരീക്ഷ തുടങ്ങുക. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത് വന്ന് അവൻ അനുഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മോനെ നന്നായി എഴുതിക്കോളാം, പാസ്സാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ അവസ്ഥ വെച്ചാ? നിനക്ക് പ്രാർത്ഥനയൊന്നും വേണ്ടേ? നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. മോൻ ഇങ്ങോട്ട് അടുത്ത് വന്നേ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നോളാം. പൊന്നെ പാപ്പ അടുത്ത് വായോ. എന്ത് പറ്റി? വീട്ടിലാകെ അടിപിടിയാ. അപ്പനാണെങ്കിൽ ജോലിയുമില്ല. അമ്മ പ്രാർത്ഥിക്കണം. മോനെ അമ്മ പ്രാർത്ഥിക്കാം. മോൻ ഇങ്ങോട്ട് അടുത്ത് വന്നേ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പരീക്ഷ എഴുതി പാസ്സാവണം കേട്ടോ. മോനൊരു കാര്യം ചെയ്തേ, ഈ കുരിശ് നിന്റെ മോൻ്റെ കൈ പിടിക്കുക. ഇതൊരു ആയുധം കൂടിയാണ്. എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും പോരാടിക്കൊള്ളും. അപ്പം അമ്മയും പ്രാർത്ഥിക്കാം, മോനും നന്നായി പ്രാർത്ഥിക്കണം. മോളെ, എന്നെ ആ കുരിശ് രൂപത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുക. ഞാൻ അവിടെ ഇരുന്ന് ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ.
ക്രൂശിതനെ ഉത്തിതനെ മർത്യനെ കാത്തിടണേ. ക്രൂശിതനെ ഉത്തിതനെ മർത്യനെ കാത്തിടണേ. അപ്പൊ എൻ്റെ മക്കള് പഠിപ്പ് കഴിഞ്ഞ് എത്തിയല്ലോ. അപ്പാപ്പ, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരി ഫാത്തിമ ഭക്ഷണം കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ അവൾക്ക് എൻ്റെ പകുതി ഭക്ഷണവും കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാ കഴിച്ചേ. മെഡിക്ക് നല്ല കുട്ടിയാണ് കേട്ടോ. സാവിയക്കുട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഇന്ന് രാവിലെ എപ്പോൾ എണീച്ചു? ഇന്നെന്താ പഠിക്കാനൊന്നും പോയില്ലേ? പള്ളിയിൽ പോയാ ഇന്ന് രാവിലെ പള്ളിയിൽ പോയായിരുന്നോ? കുർബാന കൂടിയിരുന്നു, പക്ഷെ ഈശോ സ്വീകരിക്കാൻ പറ്റിയില്ല. എന്താ കുർബാന സ്വീകരിക്കാതിരുന്നത്? അപ്പൊ അടുത്ത ദിവസം തന്നെ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് ഈശോനെ സ്വീകരിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, നല്ല കുട്ടി. അമ്മ 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 ഇന്ന് ഞാൻ രാവിലെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു ഫ്രീക്കായിട്ടുള്ള ഒരു ചേട്ടൻ എനിക്കൊരു ഭംഗിയുള്ള ഒരു മിഠായി തന്നു. എന്നിട്ട് നീ അത് വാങ്ങിച്ചോ?
ഇല്ല അമ്മ, ഞാൻ വാങ്ങിക്കാൻ പോയപ്പോഴേക്കും ഒരു ഈശോനെ പോലെ ഇരിക്കുന്ന ഒരു ചേട്ടൻ വന്ന് അയാൾ ഓടിച്ചു വിട്ടു. അത് ഈശോ തന്നെയാണ്. നമ്മൾ ഈശോയോട് കൂട്ടുകൂടി നടന്നാൽ ഒരാപത്തിലും വീഴാൻ ഈശോ സമ്മതിക്കില്ല. മക്കളെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും, സന്താപത്തിലും സന്തോഷത്തിലും. കുടുംബ പ്രാർത്ഥനയാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ശക്തി. കുടുംബ പ്രാർത്ഥന ദൈവം നൽകിയ നിരവധിയായ നന്മകൾക്ക് നന്ദി പറയുവാൻ ഒരു കുടുംബം അവനോട് ചേരുന്നു. കുടുംബ പ്രതിഷ്ഠാ ജപം ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും. ഏറ്റവും പ്രിയമുള്ളവരെ, ക്രിസ്മസാണിത്. സ്വർഗം ഭൂമിയെ നോക്കി പുഞ്ചിരിച്ച അനുഭവമാണ് ക്രിസ്മസ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് ദൈവം ഈ ഭൂമിയോട് സംസാരിച്ച ആദ്യ സ്വരമാണ് ക്രിസ്മസ്. ഈ ഭൂമിയും സ്വർഗവും അകലങ്ങളിലല്ല, അടുപ്പത്തിലാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചരിത്രത്തിലെ സുവർണ നിമിഷമാണ് ക്രിസ്മസ്. ക്രിസ്മസ് വീണ്ടും വീണ്ടും വരുമ്പോൾ ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ സ്നേഹിക്കാനൊരു ദൈവമുണ്ടെന്ന്, കൂടെ നടക്കാനൊരു ദൈവമുണ്ടെന്ന്, കൂടെ വസിക്കാനൊരു ദൈവമുണ്ടെന്ന്, എൻ്റെ കൊച്ചു കരച്ചിലും കേൾക്കാനൊരു കാതുണ്ടെന്ന്, എൻ്റെ സ്നേഹം നുകരാനൊരു ഹൃദയമുണ്ടെന്ന് ക്രിസ്മസിൻ്റെ എന്നും എക്കാലത്തെയും വലിയ സന്ദേശം അതാണ്. നാം ആർക്കു വേണ്ടപ്പെട്ടവനാണെന്നറിയുന്നതാണ് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നാം ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപനം നടന്ന ദിവസമാണ്
ക്രിസ്മസ്. ഈ ഭൂമിയെ വെറുക്കാനാവില്ല എന്നും മരണം വരെയും ഈ ഭൂമിക്ക് വേണ്ടി സ്വയം ത്യാഗമായി തീരാൻ സന്നദ്ധനാണ് എന്ന് ദൈവം പ്രഖ്യാപിക്കുകയും അത് കാൽവരിയിൽ പൂർത്തിയാക്കുകയും ചെയ്തു. ക്രിസ്മസ് എന്നും ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമാണ്. വലിയ സ്നേഹാനുഭവത്തിൻ്റെ തിരതല്ലലാണ്. ഒരിക്കലും അവസാനിക്കാത്ത എന്നും കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹാഗ്നിയുടെ ആളിപ്പടലാണ്. സ്നേഹം അത് ജ്വാലയാണ്, ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ജ്വാലയാണ്. ഈ ഭൂമിയെ സ്വർഗമാക്കുന്ന അനുഗ്രഹമാണ്. ആ സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന സ്നേഹാനുഭവമാണ് ഓരോ വർഷവും ക്രിസ്മസായി രൂപപ്പെടുക. കാലിത്തൊഴുത്തിൽ കൈകാലുകളിട്ട് ഇളക്കിയ കുഞ്ഞ് ആ കൈകാലുകൾ അവസാനം കുരിശിൽ സമർപ്പിച്ചപ്പോൾ സ്നേഹം അതിൻ്റെ പൂർണ്ണത തേടുകയായിരുന്നു. ആകാശം ഭൂമിയെ ആഞ്ഞു കുലുക്കുകയായിരുന്നു. ആകാശവും ഭൂമിയും ഇനിമേൽ രണ്ടല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ചരിത്രത്തിലെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സുവർണ്ണ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ അത് ക്രിസ്മസാണ്. കാരണം അകലങ്ങളിലായിരുന്ന ദൈവം അടുക്കലാവുകയും ഒന്നാവുകയും ചെയ്ത അനുഭവമാണ്. ദൈവസ്നേഹത്തിൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും സമാധാനത്തിൻ്റെ എല്ലാ ആശംസകളും ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു കുത്തൊഴുക്കും പൂർണ്ണതയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. കൃപകളുടെ ദാതാവായ ദൈവം കൃപകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും, ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നേരുന്നു. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ടൊരു സംഗതി, ഒരു സ്കിറ്റ്. നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ആദ്യ ക്രിസ്തു അനുഭവത്തെ വീണ്ടും കയ്യെത്തിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തു അനുഭവത്തിൻ്റെ ആദ്യ രാത്രി. സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് കണ്ടിട്ടും ആസ്വദിച്ചിട്ടും അതിനൊരു ഭാഗമായി തീർന്നിട്ടും വീണ്ടും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജനിക്കാൻ അവസരം ഒരുക്കിയിട്ടും വേണം നിങ്ങൾ പോകാൻ. ഓടിപ്പോയി കളയരുതേ, കാരണം ദൈവം നിങ്ങളെ മാടി പിടിക്കുന്നു പുൽക്കൂട്ടിൽ നിന്ന്. നന്ദി.
ആൽബം